നമസ്കാരം. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കവേ 27ാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ MLA ആകാൻ ഭാഗ്യം ലഭിച്ച യുവ നേതാവാണ് സച്ചിൻ ദേവ്. സച്ചിൻ ദേവിനെ ബാലുശ്ശേരിയിൽ CPIM നിർത്തുമ്പോൾ അവർക്ക് തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു വിജയം. 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നടൻ ധർമ്മജനെ തോൽപ്പിച്ച് സച്ചിൻ ദേവ് ജയിച്ചത്. ആ പരീക്ഷണം വഴി CPM ലക്ഷ്യമിട്ടത് ബാലുശ്ശേരിയിൽ സ്ഥിരം CPMൻ്റെ MLA എന്നതായിരുന്നു. എന്നാൽ നനച്ചിരിക്കാതെ ഈ കാലയളവിൽ ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം മേയറെ സച്ചിൻ ദേവ് വിവാഹം കഴിക്കുന്നു. ആര്യ രാജേന്ദ്രനുണ്ടായ സൽപ്പേര് സച്ചിൻ ദേവിനും ലഭിക്കുന്നു. അങ്ങനെ സച്ചിൻ ദേവിൻ്റെ തോൽവി ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ച് ജയിച്ച് മേയറാക്കുമ്പോൾ CPM നടത്തിയിരുന്ന വലിയ അവകാശവാദങ്ങളാണ്. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന തരത്തിൽ അവരെ ബ്രാൻഡ് ചെയ്തു. ആര്യയുടെ കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷന് ലോകമെമ്പാടും പുരസ്കാരങ്ങൾ കിട്ടി. ലണ്ടൻ പാർലമെന്റിൽ പോലും പോയി മേയർ ആര്യ രാജേന്ദ്രൻ സമ്മാനം സ്വന്തമാക്കി. അങ്ങനെ CPM തുടർച്ചയായി തള്ളിക്കൊണ്ടിരുന്നെങ്കിലും ആര്യ രാജേന്ദ്രനെ മുമ്പിൽ നിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പാണെന്ന് ബോധ്യമായതോടെ രണ്ടാം തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, സിറ്റിംഗ് മേയറെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും CPM രംഗത്തിറക്കിയില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു യോഗത്തിലും ആര്യ രാജേന്ദ്രന് പരിപാടി ഉണ്ടായിരുന്നില്ല. ആര്യ പങ്കെടുത്താൽ തോറ്റുപോകുമെന്ന് CPM തിരിച്ചറിഞ്ഞ ഗതികെട്ട അവസ്ഥ. അത്രമാത്രം അഹങ്കാരവും ധാർഷ്ട്യവുമൊക്കെയായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ ഭരണകാലത്ത് സംഭവിച്ചത്. ഒരുപക്ഷെ CPMൻ്റെ ചരിത്രത്തിൽ ആദ്യമായാവും ഒരൊറ്റത്തവണ ജയിച്ച ആൾക്ക് സീറ്റ് നിഷേധിക്കുകയും അയാളെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറക്കാതിരിക്കുകയും ചെയ്യുന്നത്. ആര്യയുടെ സൽപ്പേരിനെക്കുറിച്ച് CPMന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഇക്കുറി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര്യ രംഗത്തില്ല. ലോകം മുഴുവൻ പോയി പുരസ്കാരം വാങ്ങിയ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേരെടുത്ത ആര്യ രാജേന്ദ്രൻ തൻ്റെ പ്രവർത്തന മേഖലയായ തിരുവനന്തപുരത്തോ തൻ്റെ ഭർത്താവിൻ്റെ മണ്ഡലമായ ബാലുശ്ശേരിയിലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനില്ല. ആര്യ എവിടെ എന്ന ചോദ്യം എല്ലാവരും ഉയർത്തുന്നു. ആര്യ പ്രചരണത്തിനിറങ്ങിയാൽ തനിക്ക് കിട്ടാനുള്ള വോട്ട് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി ഭർത്താവായിരിക്കുന്ന സച്ചിൻ ദേവ് പോലും ആ സാഹസത്തിന് മുതിരുന്നില്ല. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? സച്ചിൻ ദേവിൻ്റെ ഭാര്യയാണ് എന്നതുകൊണ്ട് മാത്രം ജനങ്ങൾ വോട്ട് ചെയ്യാത്ത അവസ്ഥ ബാലുശ്ശേരിയിലും രൂപപ്പെടുന്നു. സച്ചിൻ ദേവ് ഇക്കുറി ബാലുശ്ശേരിയിൽ നേരിടുന്ന പ്രതിസന്ധി പലതരത്തിലുള്ളതാണ്. ഒന്ന്, ആര്യ രാജേന്ദ്രൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന സാഹചര്യം. മാത്രമല്ല, സച്ചിൻ ദേവ് അന്ന് ഒരു അതിസാഹസം കാണിച്ചു. പട്ടികജാതിക്കാരൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് മാന്യമായ വിമർശനം നടത്തിയ അഡ്വക്കേറ്റ് ജയശങ്കർക്കെതിരെ കേസ് കൊടുത്തു. പട്ടികജാതി പട്ടികവർഗ നിയമം ദുരുപയോഗിക്കുന്ന ജനപ്രതിനിധികളോട് ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു ഭയം, ഒരു അകലം അവിടെയും സംഭവിച്ചു. കൂടാതെയാണ് പിണറായി വിജയൻ്റെ ചെയ്തികൾ കൊണ്ടുണ്ടായിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം. ഇതിനൊക്കെയിടയിലാണ് VT സൂരജ് എന്ന ഒരു മിടുക്കനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാർട്ടി അവിടെ മത്സര രംഗത്തിറക്കിയത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. സൂരജ് മണ്ഡലത്തിൽ സുപരിചിതനാണ് എന്ന് മാത്രമല്ല, തികച്ചും ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട് ധാരാളം കേസുകളിൽ പ്രതിയായി ധൈര്യമായി പിണറായി സ്ഥിതിനെതിരെ നിൽക്കുന്ന ആളെന്ന നിലയിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. പിതാവ് നാരായണൻ ഓലമേഞ്ഞും വാഴ നട്ടും കൂലിപ്പണിയെടുത്തും കുടുംബം നടത്തുന്നു. മകൻ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളപ്പോഴും പിതാവ് കൂലിപ്പണിക്ക് പോകുന്നു. കാര്യം ചോദിച്ചാൽ പറയും, വീട്ടിലെ വയറ് നിറയണമല്ലോ എന്ന് വെച്ചാൽ മകന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നടത്തിയാൽ കുടുംബം പട്ടിണിയാകുന്ന അവസ്ഥയാണ് സൂരജിൻ്റേത്. അത്ര ദരിദ്രമായ അവസ്ഥയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം നേടിയെത്തിയ സൂരജ് തൻ്റെ വിനയപൂർവ്വമായ പെരുമാറ്റം കൊണ്ടും സാധാരണ മനുഷ്യരുടെ അടുപ്പം കൊണ്ടും കയ്യടി നേടുകയാണ്. നടൻ ധർമ്മജൻ മത്സരിച്ചതുപോലല്ല ബാലുശ്ശേരിയിലെ ഇപ്പോഴത്തെ സാഹചര്യം. CPM വിരുദ്ധ വികാരം മാത്രമല്ല, സൂരജിന് അനുകൂലമായ വികാരവും മണ്ഡലത്തിലെ സ്ഥിതി മാറ്റിയെഴുതുമെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടി എക്കാലവും സജീവമായി പ്രവർത്തിച്ചിരുന്നത് എറണാകുളത്താണെങ്കിൽ അതേ മോഡൽ പരീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് അതിശക്തമായ രീതിയിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോഴിക്കോട് ആകെയുള്ള 13 സീറ്റിൽ 10 സീറ്റെങ്കിലും നേടും എന്ന ആത്മവിശ്വാസം UDF വൃത്തങ്ങൾക്കുണ്ട്. ആ നേടുന്ന 10 സീറ്റുകളിൽ ഒന്നായി ബാലുശ്ശേരി മാറിയിരിക്കുന്നു എന്നത് അത്ഭുതകരമാണ്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സ്വത്ത് വിവരങ്ങളും സൂരജ് നൽകിയിരുന്നു. 6,300 രൂപ കയ്യിലും 1,700 രൂപ ബാങ്കിലും ഉണ്ട് എന്നാണ് സൂരജിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പിന്നെയുള്ളത് ഒരു സ്കൂട്ടറാണ്. അതുകൂടി ഉൾപ്പെടെ സൂരജിൻ്റെ ആകെ സ്വത്ത് 25,000 രൂപയാണ്. സ്വന്തമായി ഒരു സ്വത്തും ഒരാസ്തിയുമില്ലാത്ത സൂരജ് തൻ്റെ പിതാവ് നടത്തുന്ന കൂലിപ്പണിയിൽ നിന്നും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ സൂരജ് എന്ന ജനകീയനായ നേതാവിനെ തെരഞ്ഞെടുത്താൽ എന്താ കുഴപ്പമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും
ധാർഷ്ട്യം സഹിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഈ പാവപ്പെട്ട പയ്യൻ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അതെ, ബാലുശ്ശേരിയിൽ ഇക്കുറി അട്ടിമറി നടന്നേക്കാം. സച്ചിൻ ദേവിനെ അട്ടിമറിച്ച് VT സൂരജ് ബാലുശ്ശേരിയുടെ MLA ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല.